9ാം ക്ലാസ്സുകാരി വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നുള്ള വാർത്തയാണ് ഈ പ്രഭാതത്തിൽ നമ്മളെ ഏറെ സങ്കടപ്പെടുത്തി വന്നത്. പ്രസാദ് ശാലിനി ദമ്പതികളുടെ മകൾ പൂജയാണ് ജനൽക്കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. AV ജയശങ്കർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. വല്ലാത്ത സങ്കടകരമായ വാർത്തയാണല്ലോ. ഈ കുട്ടികളെയൊക്കെ അവർ പലപ്പോഴും വീടിനുള്ളിലൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കെ ഉള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ എന്താ സംഭവിക്കുന്നത്? കഴിഞ്ഞ ദിവസവും മറ്റൊരു കുട്ടിയുടെ വാർത്തയും വന്നിരുന്നു. പറയൂ ജയശങ്കർ. ഗുഡ് മോർണിംഗ് SKN. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ഒരു 17-കാരി വീട്ടിൽ തൂങ്ങി മരിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ജീവിതം മടുത്തു എന്ന കുറിപ്പ് എഴുതി വെച്ചുകൊണ്ടാണ് ഈ 17-കാരി കഴിഞ്ഞ ദിവസം കൊല്ലത്ത് മരിച്ചത്. പിന്നാലെയാണ് വീണ്ടും ചിത്ര പുതുശ്ശേരിയിൽ ഒരു 14-കാരി 9ാം ക്ലാസ്സുകാരിയുടെ മരണവാർത്ത കൂടി വരുന്നത്. ആത്മഹത്യ ചെയ്തു എന്നാണ് നിലവിൽ പ്രാഥമിക നിഗമനം. ഈ വീട്ടിലെ ജനലിലെ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഈ കുട്ടിയെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ഇത് കണ്ടെത്തിയത്. വീട്ടുകാരാണ് ഇത്തരം ഒരു രംഗം കണ്ടത്. ഉടൻ തന്നെ ചിത്ര പോലീസിന് സംഭവവിവരം അറിയിച്ചു. പോലീസ് ഇവിടുന്ന് മൃതശരീരം നിലവിൽ മാറ്റിയിട്ടുണ്ട്. ഈ ആത്മഹത്യക്ക് പിന്നിലെ കാരണം എന്താണെന്നതിൽ നിലവിൽ വ്യക്തതയില്ല. പോലീസ് ഈ കുട്ടിയുടെ റൂം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. ആത്മഹത്യക്കുറിപ്പൊന്നും കണ്ടെത്തിയതായി ഇത് വിവരമില്ല. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ പരിശോധനകൾ അല്പസമയം കൊണ്ട് തന്നെ ആരംഭിക്കും. എന്തായാലും നിലവിൽ കുട്ടിയുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത്തരം കുട്ടികൾ ഈ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരം ഘട്ടത്തിൽ ജീവിതം അവസാനിപ്പിക്കുക എന്നൊരു തീരുമാനമെടുക്കുന്നത് നിരാശാജനകമാണ്. കാരണം ഏത് പ്രതിസന്ധികളോടും പൊരുതി മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കുക. SKN, എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. SKN. ജയശങ്കർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.